ഇന്ന് നമ്മൾ പോകുന്നത് നെല്ലിയാമ്പതി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. നെല്ലിയാമ്പതിയൊക്കെ നമുക്ക് കുറേ ആൾക്കാർ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഇന്ന് പോകുന്നത് നെല്ലിയാമ്പതിയിൽ തന്നെയുള്ള നൂറാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അവിടെ ഒരു താമസവും രാത്രി യാത്രയൊക്കെ ആയിട്ടുള്ളൊരു കിടിലൻ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ഈ കാണുന്നതാണ് നൂറാടി പാലം. ഈ നൂറാടി പാലം എല്ലാം കയറിയിട്ട് നമ്മളിതെല്ലാം കാണിക്കുന്നത് കൃത്യമായിട്ടുള്ള ഈ റിസോർട്ടിലേക്ക് പോകാനുള്ളൊരു വഴിയും കൂടെ ചേർത്താണ് ഈ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പോകുന്നവർ ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ മാത്രമേ ഇതിൻ്റെ വഴി എങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് ഒറ്റ റോഡ് തന്നെയാണ്. നൂറാടി പാലം കയറി കഴിഞ്ഞാൽ ഒറ്റ റോഡ് തന്നെയാണ്. ഈ ചെന്ന് നിൽക്കുന്ന ജംഗ്ഷൻ്റെ അവിടെ പോലീസ് സ്റ്റേഷനാണ്. നേരെ കാണുന്ന ബിൽഡിങ് അവിടെ നിന്ന് വലത്തേക്ക് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലൂടെ തന്നെ ഉള്ള റോഡാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡാണ്. ഈ പാതയൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് കുറച്ച് ദൂരം കോൺക്രീറ്റ് റോഡും പിന്നെ അങ്ങോട്ട് ഓഫ് റോഡുമാണ്. അപ്പോൾ പോകുന്നവർ നല്ല വീൽ ബേസൊക്കെ ഉള്ള വാഹനത്തിൽ പോകാൻ തന്നെ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ജീപ്പ് റെൻറ്റിനെടുത്ത് പോകാൻ ശ്രമിക്കുക. നമ്മൾ പോകുന്ന സ്ഥലത്ത് ആഹാരം അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ വച്ച് ആഹാരം പ്രിപ്പയർ ചെയ്യാനുള്ളൊരു സെറ്റപ്പിന് വേണ്ടി വേണം പോകാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഫുഡെല്ലാം കൊണ്ട് നമ്മൾ പോകേണ്ടി വരും. ഇപ്പം നമ്മൾ ഒറ്റയടി പാതയാണ്. അതായത് ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ളൊരു വഴിയാണ്. ഒറ്റയടി പാതയല്ല, ഒരു വണ്ടിക്ക് മാത്രം പോകാനുള്ളൊരു വഴിയാണ്. ഈ പോകുന്ന വഴിക്കെല്ലാം കൃഷിത്തോട്ടങ്ങളാണ്. അതായത് ഈ കാപ്പി കൃഷിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ തേയിലയുണ്ട്. അപ്പം ഈ പോകുന്ന വഴിയിൽ കുറച്ച് വളവുകളൊക്കെ ഉണ്ട്. അപ്പം വേണ്ട ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ രണ്ടാമത്തെ പാലം എത്തുമ്പോഴത്തേക്കും നമുക്ക് ഇടത്തേക്കാണ് പോകേണ്ടത്. വലത്തേക്കൊരു വഴിയുണ്ട്, ഇടത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ ലാൻഡ് മാർക്കായിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്, മൈൽ സ്റ്റോൺ വെച്ചിട്ടുണ്ട്. മൈൽ സ്റ്റോണല്ല, ഒരു എഴുത്ത് വെച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു റോഡാണ്. റോഡൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. ഇതെല്ലാം തോട്ടങ്ങളാണ്. ഏലത്തോട്ടവും കാപ്പിത്തോട്ടവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു സ്ഥലമാണ്. ഇതിനിടയ്ക്കൂടെ വേണം നമ്മൾ ഈ പറയുന്ന താമസ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോൾ ഈ വരുന്ന വഴിയെല്ലാം, നമ്മൾ പോകുന്ന വഴിയെല്ലാം രാത്രി നമ്മൾ ഇതുവഴി ഒന്ന് വരുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് മാറും. നമ്മളിതാ ഈ ഒരു സ്ഥലം വരെ മാത്രമേ ഈ കോൺക്രീറ്റ് റോഡുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കല്ലും മണ്ണും ഒക്കെ ഉള്ള റോഡാണ്. കുണ്ടും കുഴിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇനിയും നമുക്ക് കുറച്ച് ദൂരം കൂടെ പോകാനുണ്ട് കേട്ടോ. അവിടെ കാപ്പിയൊക്കെ കണ്ടോ കൂട്ടിയിട്ടിരിക്കുന്നുണ്ടോ ഉണക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എത്തിയപ്പോൾ ഒരു സൗണ്ട് കേട്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അടിപൊളി ഒരു വേഴാമ്പൽ അങ്ങനെ ഇരിപ്പുണ്ട്. അവനങ്ങനെ കുറേ നേരം നമ്മുടെ മുന്നിൽ ഇതുപോലെ പോസ് ചെയ്ത് നിന്നായിരുന്നു. പല ആക്ഷൻസാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. വേഴാമ്പലുകളുടെ താഴ്വാര എന്ന് തന്നെയാണ് നെല്ലിയാമ്പതി അറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ചെറിയ വാഹനങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ റോഡിലൂടെ പോകാൻ വലിയ പാടാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത്യാവശ്യം ഓഫ് റോഡൊക്കെ പോകാൻ പറ്റുന്ന ഒരു വണ്ടിയിൽ വേണം നമ്മൾ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ധാരാളം പക്ഷികളെയും ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇതുവഴി കാണാം. എന്തായാലും രാത്രി നമ്മൾ ഈ വഴിയിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റും. അതായിരിക്കുന്നൊരു പ്ലം ഹെഡഡ് പാരക്കിറ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. കാടുകളിൽ മാത്രം കാണുന്ന നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെയുള്ള ഒരു സാധനമാണ്. നേരത്തെ നമ്മൾ കണ്ട ഒരു പ്രാവ് എന്ന് പറയുന്നത് അരിപ്രാവ്, സ്പോട്ടഡ് ഡൗ എന്ന് പറയുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലെ ധാരാളം പക്ഷികളുണ്ട് കേട്ടോ ഇതുവഴി. അപ്പോൾ നമ്മൾ ഇതുവഴി പോകുന്ന വഴിക്ക് തന്നെ ഇതിൻ്റെ ഈ കാപ്പിയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കാപ്പിത്തോട്ടങ്ങളിലും ആൾക്കാരുണ്ട്. ചിലയിടത്ത് വിജനമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഈ വിളവെടുപ്പ് നടക്കുന്നുണ്ട് മാത്രമാണ് അവിടെ ഇവിടെയൊക്കെ ആൾക്കാരെ കാണാൻ പറ്റുന്നത്. അല്ലാത്ത സമയങ്ങളിൽ ആൾക്കാരെ ഒന്നും കാണാൻ കഴിയില്ല. വിജനമായിരിക്കും, ആരും കാണത്തില്ല. അപ്പോൾ വഴി ഞാൻ ലൊക്കേഷൻ എന്തായാലും ഇട്ടേക്കാം. വഴി എന്തായാലും നിങ്ങളൊന്ന് ഈ വീഡിയോയിലൂടെ തന്നെ നോക്കി വെച്ചേക്കുക. ഞാൻ ഈ റിസോർട്ടിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റേയുടെ റിസോർട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു സ്റ്റേ നമുക്ക് കാടിനകത്ത് കാടിൻ്റെ അറ്റ്മോസ്ഫിയറിൽ താമസിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേ ആണ്. അപ്പോൾ അവിടുത്തെ ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ അടക്കം കൊടുത്തേക്കാം കേട്ടോ.
നമ്മളീ വന്നത് വേനൽക്കാല സമയം ആയതുകൊണ്ട് തന്നെ വഴിയിൽ ചെറിയ അരുവികളുണ്ടെങ്കിലും വെള്ളം തീരെയില്ല. പക്ഷേ മഴക്കാലത്താണെങ്കിൽ ധാരാളം വെള്ളം ഉണ്ടാവും. അപ്പോൾ വരുന്നതിന് മുന്നേ കാലാവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളത് ഇവിടെ ഈ സ്റ്റേയിലുള്ള ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വേണം നമ്മളിവിടെ വരാൻ. നമുക്ക് താമസിക്കാനുള്ള സ്ഥലം ഈ നേരെ കാണുന്നതാണ്. ഈ പോകുന്ന വഴിക്ക് ഈ തൂങ്ങിക്കിടക്കുന്ന കുറച്ച് കായകളുണ്ടായിരുന്നു. ബന്ദിപ്പൂര് പോയിട്ടുള്ളവർക്ക് ഒരുവിധം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അവിടെയൊക്കെ സ്ഥിരം കാണുന്ന ഒരു സാധനമാണ്. ഇവിടെ ഇത് വളരെ കുറവാണ്. ഈ ഒരു പരിസരത്ത് മാത്രമേ ഉള്ളൂ. എൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല കേട്ടോ. ഇനി അറിയാമെന്നുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ എൻ്റെ പേര്. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്റ്റേ വരുന്നത്. ധാരാളം മുറികളുണ്ട്. ഇവിടെ നേരത്തെ വിളിച്ച് ചോദിക്കണം വേക്കൻ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 7 കിലോമീറ്റർ ഉള്ളിലാണ്, വനത്തിനുള്ളിലാണ്. അതുകൊണ്ട് നേരത്തെ വിളിച്ച് കൺഫേം ചെയ്തിട്ടൊക്കെ വേണം വരാൻ. നല്ല വൃത്തിയുള്ള റൂമാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് നമ്മൾ രാത്രി യാത്രയ്ക്ക് പോവുകയാണ്. ഈ പരിസരത്ത് തന്നെയാണ്. കുറ്റിരുട്ടിലൂടെയാണ് നമ്മളിനി പോകുന്നത്. ഏത് സമയത്ത് വേണോ ഏത് മൃഗവും വന്ന് മുന്നിൽ ചാടാൻ പറ്റും. ശ്വാസം അടക്കി പിടിച്ച് വേണം വണ്ടിയിലിരിക്കാൻ. ഒരു കാട്ടാന വന്ന് മുന്നിൽ ചാടിയാൽ നമുക്ക് വണ്ടി തിരിക്കാൻ പോലുമുള്ള സ്ഥലം ഇവിടെ ഇല്ല. ഈ രാത്രി വണ്ടി എടുത്തുകൊണ്ടിറങ്ങിയത് സ്റ്റേ ഓപ്ഷനിലുള്ള സഫാരി ഒന്നുമല്ല കേട്ടോ. ഇത് നമ്മുടെ സ്വന്തം കഴപ്പിനെടുത്തുകൊണ്ടിറങ്ങിയതാണ്. ഇങ്ങനെ പോകുന്നതിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സ്വന്തം ഉത്തരവാദിത്തത്തിൽ വരുന്നത് മാത്രമാണ്. ഈ വീഡിയോ കണ്ടിട്ട് മറ്റാരെങ്കിലും ഇതുപോലെ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അതിന് ഞാനോ എൻ്റെ ചാനലോ ഒന്നും ഉത്തരവാദിയില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിൽ 2-3 മ്ലാവുകൾ, അതായത് മലമാനുകൾ ഫ്രണ്ടിൽ വന്ന് ചാടിയത്. സാമ്പാട്ടുകാർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇവറ്റകൾക്ക് ഇവിടെ ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ കാണാൻ പറ്റും രാത്രി. നല്ല തിളങ്ങുന്ന കണ്ണുകളുമായിട്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ രാത്രി ഇറങ്ങിക്കോളും. അങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോഴാണ് പുലി എന്നാണ് ആദ്യം വിചാരിച്ചത്. ഒരു പെരുകാണത്. പേടിച്ചിട്ട് ക്യാമറ ഒക്കെ കുലുങ്ങി ഫോക്കസൊന്നും ആവാത്തൊരവസ്ഥയായിപ്പോയി. എങ്കിലും ഞാൻ അതിനെ ഒന്ന് സ്ലോ മോഷനിൽ കാണിച്ചു തരാം. നമ്മൾ സഫാരി എല്ലാം പോയിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ താമസിക്കുന്നതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഫെൻസിങ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് നിൽക്കുന്ന ഒരു കേഴമാനാണ് കേട്ടോ. മനുഷ്യൻ്റെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓടുന്നൊരു സാധനമാണ്.
അവിടുത്തെ താമസമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. ഒരു കാട്ടുകോഴി കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കണ്ടത് ഓടി അങ്ങ് കയറി. പക്ഷെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പതുക്കെ പോകത്തുള്ളൂ. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ കയറി പോകുന്ന അനക്കമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കാഴ്ചയിൽ നമ്മുടെ സാധാ നാടൻ കോഴികൾ പോകുന്ന പോലെ തന്നെയാണ് കേട്ടോ കുഞ്ഞുങ്ങളുമായിട്ട്.